ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5ാം ക്രിക്കറ്റ് ടെസ്റ്റ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മ പിന്മാറിയിരിക്കുകയാണ്. 5ാമത്തെ ടെസ്റ്റിൽ രോഹിത് കളിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം അനുസരിച്ച് ബുംറയായിരിക്കും ഇന്ത്യൻ ടീമിനെ നയിക്കുക. രോഹിത്തിന് പകരം ഗില്ല് ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കും. അതുപോലെ തന്നെ ആകാശ് ദീപിന് പകരമായിട്ട് പ്രസീദ് കൃഷ്ണയും ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5ാമത്തെ ടെസ്റ്റ് വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് അടുക്കാനാകൂ. ടെസ്റ്റ് തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഉറപ്പായും പുറത്താകും. സമനിലയായാൽ പോലും ഇന്ത്യക്ക് ഫൈനൽ കളിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് വിജയിച്ചേ മതിയാവും. ഇന്ത്യ ഈ ടെസ്റ്റ് വിജയിക്കുകയും അതുപോലെ തന്നെ ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന സീരീസിൽ ഓസ്ട്രേലിയ 2 മത്സരങ്ങളും തോൽക്കുകയും ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് ഫൈനൽ പ്രവേശനം നടക്കുകയുള്ളൂ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം തോറ്റിട്ട് ഓസ്ട്രേലിയ ശ്രീലങ്കയിൽ പോയി 2 മത്സരങ്ങളും തോറ്റാൽ ശ്രീലങ്ക ഫൈനൽ സീറ്റ് ഉറപ്പിക്കും. എന്നാൽ 2 മത്സരത്തിൽ 1 മത്സരം ശ്രീലങ്ക വിജയിക്കുകയും 1 മത്സരം സമനിലയിലാകുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഫൈനൽ കളിക്കാനാകും. എന്നാൽ 1-1 പരമ്പര പൂർത്തീകരിക്കുന്നതെങ്കിൽ ഓസ്ട്രേലിയ തന്നെയായിരിക്കും ഫൈനൽ കടക്കുക. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഈ മത്സരം വിജയിക്കാനായിട്ട് തന്നെ ശ്രമിക്കും. കാരണം ശ്രീലങ്കയിൽ സ്പിൻ പിച്ച് ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. സ്പിൻ ഗണിയിൽ വീണു പോകാതിരിക്കാനായിട്ട് ഈ ടെസ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ധൈര്യമായിട്ട് തന്നെ ശ്രീലങ്കയിലേക്ക് അവസാന സീരീസ് കളിക്കാനായി പോകാം. ഇന്ത്യയുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് മുമ്പുള്ള അവസാന മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുകയല്ലാതെ ഇന്ത്യയുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് വില കൊടുത്തും ടെസ്റ്റ് വിജയിക്കാൻ തന്നെയാണ് സാധ്യത. അതുപോലെ ഇന്ത്യൻ ടീമിൽ വന്നേക്കാവുന്ന മറ്റൊരു മാറ്റമാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പന്തിന് മാറ്റി ജൂറലിനെ പ്ലേയിങ് 11 ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്ന് ടോസിന് തൊട്ട് മുൻപ് മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ടെസ്റ്റിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ഇന്ത്യ സ്വപ്നം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ത്യൻ ടീമിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.